ഈ ഒരു ഉടുപ്പിൻ്റെ യോക്ക് പോർഷനിൽ മുഴുവനായിട്ടും എങ്ങനെ വർക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ഞാനൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതാണ് നെക്കിൽ ഞാൻ വെച്ചിരിക്കുന്നത്. അത് പശ വെച്ചൊട്ടിച്ച ശേഷം തയ്ച്ചെടുത്തിട്ടുണ്ട്. ഈ ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിൻ്റെ സെയിം കളർ ബീഡ്സും സീക്വൻസുമാണ് ഞാൻ വർക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. യോക്ക് പോർഷനിൽ വർക്ക് ചെയ്യാനായിട്ട് 1 ഇഞ്ച് അകലത്തിൽ മാർക്ക് ചെയ്ത ശേഷം ഒരു ലൈൻ വരച്ചെടുക്കുക. വരച്ചെടുത്ത ഈ ഒരു ലൈനിൽ 3 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യണം. അവിടെ ആ 3 ഇഞ്ച് വരുന്നിടത്ത് ബീഡ്സ് വെച്ചിട്ട് ചെറിയൊരു ഫ്ലവർ പോലെ തയ്ച്ചെടുക്കുന്നുണ്ട്. സീക്വൻസ് വെച്ച് ഇതിൽ കാണുന്നത് പോലെ തന്നെ തയ്ച്ചെടുക്കാം. ഇനി ബീഡ്സ് വെച്ച് ഫ്ലവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നടുക്കൊരു മുത്ത് സെൻറ്ററിൽ കൊടുത്ത ശേഷം അതൊന്ന് തയ്ച്ച് പിടിപ്പിച്ച് വെക്കുക. പിന്നീട് സൂചി കോർത്തെടുത്ത് 6 മുത്ത് കോർത്തെടുക്കണം. അതിനുശേഷം അത് റൗണ്ടിൽ വെച്ചിട്ട് ആദ്യം കോർത്ത മുത്തിൻ്റെ ഇടയിലൂടെ സൂചി കയറ്റി ഇറക്കി ഇതുപോലെ തുണിയിൽ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം. ഈ ഒരു രീതി തന്നെ ബീഡ്സ് വെച്ചിട്ടും സീക്വൻസ് വെച്ചിട്ടും നമുക്ക് യോക്ക് പോർഷനിൽ മുഴുവനായിട്ടും വർക്ക് ചെയ്തെടുക്കാം. ഇതാണ് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. താങ്ക്